കണ്ടുമുട്ടിയ ഒരു രംഗം ഒരു വല്ലാത്തൊരു സംഭവം തന്നെ കേട്ടോ. ഒരു പൊരുത്തൂര് കണ്ടെയ്നർ പെരും വലിപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമുള്ള ഒരു കണ്ടെയ്നർ പെരുമണ്ണ അങ്ങാടിയിലൂടെ കുടുങ്ങിയെടുക്കുക. അത് എങ്ങനെയാണ് കുടുങ്ങിയത്, എന്താണ് സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഈ കണ്ടെയ്നറിൻ്റെ ഒരു വലിപ്പം നോക്കിയാണെങ്കിൽ എത്രങ്ങാനും വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ ഇത് അന്വേഷിച്ചപ്പം ഇത് വാഹനം കൊണ്ടുവരുന്ന കണ്ടെയ്നർ. അതിൻ്റെ നീളം നോക്കിയാണെങ്കിൽ ഉണ്ടോ, ഒരു റോഡിൻ്റെ നടുവിൽ കുടുങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ട്. വാഹനങ്ങൾ കുറേ ഇവിടെ കുറച്ച് നേരം ബ്ലോക്കായി കിടന്നു. നമ്മളെ ഈ കണ്ടെയ്നറിൻ്റെ ഫ്രണ്ട് ഭാഗം വേറൊരു ബിൽഡിങ്ങിൻ്റെ വരാന്തേക്ക് അങ്ങോട്ട് കയറിപ്പോയിട്ടുണ്ട്. തിരിക്കുകയാണ് ഇവർ. ഇത് സംഭവം ഇത് വല്ലാത്തൊരു തിരി തന്നെ ആയിപ്പോയി. അപ്പോൾ അതെങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെന്ന് വെച്ചാൽ ഇവർ NH-66 അങ്ങനെ പോരാ. അപ്പം പന്തീരങ്കാവും കഴിഞ്ഞിട്ടാണ് ഇവർക്ക് സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് ഇവർക്ക് യഥാർത്ഥ സ്ഥലത്തേക്ക് പോവേണ്ടത്. ഇത് അവിടെ പന്തീരങ്കാവ് കഴിഞ്ഞിട്ട് ഇറങ്ങേണ്ട സർവീസ് റോഡ് അതിന് മുന്നേ ഇവരിറങ്ങിപ്പോയി. അതായത് പന്തീരങ്കാവ് ഇറങ്ങിപ്പോയി. പന്തീരങ്കാവ് സർവീസ് റോഡിലൂടെ ഇറങ്ങിയിട്ട് പെരുമണ്ണ ഭാഗത്തേക്ക് അങ്ങോട്ട് കയറിപ്പോകുന്നത്. പെരുമണ്ണ എത്തിയപ്പോഴാണ് ഇവരിത് വഴി തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നത്. ഏതായാലും അറിഞ്ഞ ഉടനെ തന്നെ അവർ ആ ജംഗ്ഷനിലിട്ട് തിരിക്കുന്ന ഒരു രംഗമാണ് ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഏതായാലും ഈ ഒരു സമയത്ത് ഇവിടെ രാത്രി കുടുങ്ങിയപ്പം ഈ നമ്മളെ ഡ്രൈവർക്കുണ്ടാവുന്ന ആ ഒരു മാനസികാവസ്ഥ പറയാൻ വയ്യ. ഭയങ്കര ഒരു ടെൻഷൻ. അത് ഇങ്ങനെ കുത്തിത്തിരിക്കുന്ന സമയത്താണ് നമ്മളെ പെരുമണ്ണ ടൗണിലുള്ള യുവാക്കൾ, അതായത് ഇവിടുത്തെ നാട്ടുകാർ മൊത്തം ഒരൊറ്റ മനസ്സോടുകൂടി ഈ വലിയൊരു കണ്ടെയ്നർ തിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട എല്ലാ സഹായ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അതിന് എന്തായാലും എലപ്പുകാർ ഇത് തിരിച്ച് പോകുന്ന സമയത്ത് രക്ഷപ്പെട്ട ആ ഒരു സമയത്തുള്ള ആ ഒരു രംഗമാണിത്. കാരണം ആ ഡ്രൈവർക്ക് ഉണ്ടായിട്ടുള്ളൊരു സന്തോഷം. ഇനി ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് മൂപ്പരൊരു പോക്ക് പോകുന്നുണ്ട്. അത് വല്ലാത്തൊരു പോക്ക് തന്നെ. ഇവർ ഏതൊരു നാട്ടിൽ പോയി നമ്മൾ കുടുങ്ങിക്കഴിഞ്ഞാലും ഇതിനൊരവസ്ഥ ഇപ്പോൾ ഇതാണ്. ഏതായാലും നമ്മളെ കേരളത്തെക്കുറിച്ച് അയാൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, അത് വല്ലാത്തൊരു മനസ്സിന് സന്തോഷം തോന്നിപ്പോയി. ഈ പെരുമണ്ണ അങ്ങാടിയിലുള്ള ഈ ഒരു നാട്ടുകാരെന്ന് പറഞ്ഞാൽ അതൊരു പറയാതിരിക്കാൻ വയ്യ. ഏതായാലും നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിക്കാൻ പറ്റും അത്രയും വലിയ വണ്ടി എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായി. ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഇവിടെ കുടുങ്ങിയ വണ്ടി രക്ഷപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒറ്റ മനസ്സോടു കൂടി പെരുമണ്ണക്കാർ ഈ വണ്ടിയെ രക്ഷപ്പെടുത്തിയത്. കേരള നമ്പർ 1 എന്ന് പറഞ്ഞിട്ടാണ് പോയത്.